നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഷോ ഗുരുവിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ വില്ലന്മാർ സ്റ്റൈലൈസ്ഡ് ആയതിനു പിന്നിൽ അമൽ നീരദിന് വലിയൊരു പങ്കുണ്ട്. സിനിമയിൽ നായകന്മാരെക്കാൾ കയ്യടി നേടുന്നതും ഇവർ തന്നെ. അത്തരത്തിലൊരു നടനാണ് വിനായകൻ. തൻ്റെ ജീവിതത്തെക്കുറിച്ച് വിനായകൻ ഷോ ഗുരുവിലൂടെ പറയുന്നു. ടെലിവിഷൻ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു ദീർഘ ഇൻ്റർവ്യൂ ആദ്യമായിട്ടായിരിക്കും വിനായകൻ കൊടുക്കുന്നത് അല്ലേ? ആദ്യമായിട്ടാണ് ടെലിവിഷനിലെ അനീഷിൻ്റെ കൂടെ സംസാരിക്കുന്നത്. ടെലിവിഷനിലെ പരിപാടി തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി സംസാരിക്കുന്നത്. അല്ലാതെ സിനിമയുടെ പ്രൊമോഷണലായിട്ടൊക്കെ പോകാറുണ്ട്. അത് നിയമപ്രകാരം നമ്മൾ അതുകൂട്ടിയാണ് സൈൻ ചെയ്യണത്. എനിക്ക് മലയാളത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല. തമിഴിൽ സൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടി ചേർത്തായിരിക്കും നമ്മൾ അവർ സംസാരിക്കുന്നത്. അപ്പം 25-ൽ അധികം സിനിമകളായി, തമിഴ്, ഹിന്ദി, മലയാളം ഉൾപ്പെടെ. വിനായകൻ എന്നൊരു വ്യക്തി ആരാണ്? ഭയങ്കര എലൂസീവാണ് നിങ്ങൾ. ഞാനൊരു വ്യക്തി സാധാരണ ഒരു നാട്ടുകാരൻ തന്നെ, ഇവിടെയുള്ള എറണാകുളത്ത് താമസിക്കുന്ന ഒരു സാധാരണ വ്യക്തി തന്നെയാണ്. വെറുതെ കുറേ സംസാരിക്കും. അപ്പോൾ അത് ടി വിയിലാണെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് ചിലപ്പോൾ അത് തിരിച്ച് എനിക്കിട്ട് തന്നെ അത് ചിലപ്പോൾ അത് മോശമായിട്ട് വരാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പടം മാന്ത്രികം എന്ന് പറഞ്ഞിട്ടുള്ള തമ്പി കണ്ണന്താനത്തിൻ്റെ പടമാണ്. ആ പടം ചെയ്തിട്ട് ഞാൻ അന്ന് തന്നെ വിചാരിച്ചു ഇന്നൊരിക്കലും സിനിമ ചെയ്യില്ല എന്നുള്ളത്. ഞാനൊരു സിനിമ ആണ് ഭയങ്കരം എന്നൊന്നും വിചാരിക്കുന്ന ഒരാളല്ല. എനിക്ക് സിനിമ ജോലി മാത്രമാണ്. പക്ഷെ ഞാൻ ആ ജോലി 100% ഞാൻ ആ ജോലി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ഭയങ്കര സന്തോഷമൊന്നും ഇല്ല. ഞാൻ ജോലിയായിട്ട് മാത്രം കാണാൻ. എനിക്ക് സന്തോഷം കുറച്ചുകൂടി സൗണ്ടുകളും ഡാൻസ് ചെയ്യുക, മ്യൂസിക്, അതൊക്കെയാണ് എൻ്റെ കുറച്ചുകൂടി സന്തോഷം. ഇപ്പോൾ ചെയ്ത് വന്നപ്പോൾ ഇപ്പോൾ ഞാൻ അതിൽ ലോക്കായിട്ടുണ്ട് സിനിമയിൽ. കാരണം വേറെ ജോലി എനിക്കറിയില്ല. അമലിൻ്റെ ചിത്രത്തിലാണ് കൂടുതലും വിനായകനെ കണ്ടിട്ടുള്ളത്. വിനായകൻ ഒരു ആർട്ടിസ്റ്റിനെ അതിനുശേഷം എസ്റ്റാബ്ലിഷ് ചെയ്ത അമലാണ്. എന്തുകൊണ്ടാണ് അമലിൻ്റെ ചിത്രത്തിൽ കൂടുതലും? ഇല്ല, അങ്ങനെയല്ല. ഞാൻ അമലിൻ്റെ ചിത്രത്തിലൊന്നുമല്ല എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. അമലിൻ്റെ ചിത്രത്തിൽ അങ്ങനെയുള്ള റോളുകൾ വന്നിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ അതിലും കൂടുതൽ വേറെ പടങ്ങൾ, എൻ്റെ ഇപ്പോൾ 25-30-35 കൂടുതൽ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അമലാകെ കൂടി 4-5 പടം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും അമലിൻ്റെ പടത്തിലല്ല. പിന്നെ അമലിൻ്റെ പടത്തിൽ ഓക്കെ ആകുമ്പോൾ മാത്രം അമലിൻ്റെ പടത്തിൽ ചെയ്യുന്നുള്ളൂ. എനിക്ക് കാശ് കിട്ടണം ജോലി ചെയ്യുമ്പോൾ. അത് കിട്ടണ ആരുടെയും കൂടി ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ അമലായാലും ഞാൻ വർക്ക് ചെയ്യും, ആരായാലും ഞാൻ വർക്ക് ചെയ്യും. അല്ല, ഇപ്പോൾ കലാപരമായ മേന്മ സംസാരിക്കുന്ന ഇക്കാലത്ത് നിങ്ങൾ കാശിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. കലാപരമായിട്ട് ചെയ്യുന്ന വലിയ ആൾക്കാരുണ്ട് ഇൻഡസ്ട്രിയിൽ. അവരൊക്കെ കലാപരമായിട്ട് ചെയ്യട്ടെ. എനിക്ക് കുറച്ചുകൂടി ആൾക്കാരെ രസിപ്പിക്കാൻ തോന്നുന്ന സിനിമകളോ ഫണ്ണായിട്ടുള്ള സിനിമകളൊക്കെ ചെയ്താൽ മതി. എനിക്കല്ലാതെ ബുദ്ധിജീവി പടങ്ങളോ അത് ചെയ്തിട്ട് വിപ്ലവം ഉണ്ടോ, എനിക്ക് അതിലൊന്നും താല്പര്യം. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഭയങ്കര ഹെവി ഡാർക്ക്നെസ് എന്ന് പറഞ്ഞതാണ്. എനിക്ക് അതുകൊണ്ട് അതിലോട്ടൊന്നുമില്ല. എനിക്ക് കാശ് തന്നെയാണ് മെയിനായിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. എൻ്റെ ജോലിയാണ്. അപ്പോൾ ഞാൻ ജോലി ചെയ്താൽ എനിക്ക് കാശ് കിട്ടണം. ചില ചിത്രങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷങ്ങളാണ് താങ്കൾ ചെയ്തത്. കയ്യിലിരിപ്പം എങ്ങനെയാണെന്നാണോ? കയ്യിലൊരിക്കലും അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഇത്തിരി കാണുമ്പോൾ എനിക്ക് അങ്ങനെ ആൾക്കാർക്ക് തോന്നുന്നുള്ളൂ. എനിക്ക് അങ്ങനെയുള്ള എനിക്കൊന്ന് കുറച്ചുകൂടി എനിക്ക് ഡാർക്ക് സംഭവങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ജനത്തിലിങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ വെച്ചാൽ കുറേ ഫ്രീഡം ഉണ്ടാവും. നല്ല നമുക്ക് എന്ത് ഒരു സൈക്കോ ഇങ്ങനെ കാണിക്കാം. പക്ഷെ ഒരു ഹീറോ ആയിട്ട് നിൽക്കണമെങ്കിൽ ചിലപ്പോൾ അതൊന്നും പറ്റില്ലായിരിക്കാം. ഫ്രീഡം കുറച്ച് കൂടുതലാണ്. പിന്നെ ഒരു ഹീറോ ഉണ്ടാണെങ്കിൽ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള വില്ലൻ വേണം. സോ ഞാൻ അതിലും വലുതാണെന്ന് ഞാൻ വിചാരിക്കും. ഭയങ്കര അഹങ്കാരിയാണ് ആ കാര്യത്തിലൊക്കെ. അപ്പം എങ്ങനത്തെ ഒരു തിരക്കഥ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ താങ്കളെ ഒരാളൊരു കഥാപാത്രത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ, കാരണം ഇത്രയും സിനിമയിൽ അഭിനയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് വേഷങ്ങൾ വന്നു കാണും. അതിൽ നിന്ന് എങ്ങനെയാണ് താങ്കൾക്ക് വേണ്ട സാധനം പിക്ക് ചെയ്യുന്നത്? ഒന്ന് നമുക്ക് ഒരു ഡയറക്ടർ വന്നിട്ട് ഒരു കഥ പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പുള്ളിനെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് എവിടെ വരെ പോകും, എന്തായിരിക്കും. ഞാനിതെല്ലാം എൻ്റെ കാര്യങ്ങളാണ്, എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ മരിയാൻ എന്ന് പറഞ്ഞ പടം എന്നോട് വന്നിട്ട് ഡയറക്ടർ എൻ്റെ ധനുഷിൻ്റെ പടം എന്നോട് സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞത് ഭയങ്കര ഒരു സംഭവമൊക്കെ ആയിട്ട് പടത്തിൽ ഭയങ്കര സംഭവമായിരിക്കാം പടം വരുമ്പോൾ നമുക്കറിയാം. പക്ഷേ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ സംഭവങ്ങളൊന്നും ഇല്ലാതെയാകണം. അതപ്പോൾ നമുക്ക് ഇതാണ് ഷൂട്ടിങ്ങിൻ്റെ ഏരിയ. കാരണം എന്ത് പറഞ്ഞാലും നമ്മൾ ഒരു സ്പോട്ടിൽ വന്നിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ
ചിലപ്പോൾ ലൊക്കേഷൻ ശരിയാകാതെ വരുമ്പോഴോ അല്ലെങ്കിൽ പല കാരണങ്ങളാലും പല സീനുകൾ പോകാം. നമ്മൾ എന്ത് വിശ്വസിച്ച് ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഓക്കെ പറയും. സോ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി പേഴ്സണലി അറിയുന്ന ആൾക്കാരായിട്ട് പടം അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ ചിലപ്പോൾ അമലോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പടം ചെയ്യാൻ കുറച്ചുകൂടി താല്പര്യം. താങ്കൾ ഒരുപാട് ഡാർക്ക് ഫേസിലൂടെ കടന്ന ഒന്നാണ്, പിന്നെ സ്ട്രഗിൾ ചെയ്താണ് ഇങ്ങനൊരു നിലയിലെത്തിയത്. ഇങ്ങനൊരു നിലയിലെത്തിയ അല്ലെങ്കിൽ ഇത്തരം ഒരു സ്ട്രഗിൾ ഉള്ള ഒരാൾ എങ്ങനെ സെലക്റ്റീവ് ആവാൻ കഴിയും? ഒന്ന് നമ്മൾ വളരെ സത്യസന്ധമായിട്ട് ജോലിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിലോട്ട് എല്ലാം നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഭയങ്കരമായിട്ട് സത്യത്തിലും അതായിട്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജോലി 100% സത്യസന്ധമായിട്ട് ഞാൻ ചെയ്തിരിക്കും. അത് എൻ്റെ ഏറ്റവും എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ഷൂട്ടെന്ന് പറഞ്ഞാൽ ഞാൻ 8:45 അവിടെ എത്തിയിരിക്കും. അത് ഞാൻ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെയും ചെയ്യുന്നതാണ്. എൻ്റെ അത് എത്താൻ പറ്റുന്ന അന്ന് വരെയും ഞാൻ അത് ചെയ്തിരിക്കും. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത്. ഓക്കെ, ഇപ്പം സംഗീതം എടുക്കാം, സിനിമ എടുക്കാം, എവിടെയാണ് താങ്കളുടെ ഒരു പ്രയോറിറ്റി? 100% മ്യൂസിക്കാണ്. ഞാൻ ഭയങ്കര മ്യൂസിക്, ഡാൻസ്. ഞാൻ കൊറിയോഗ്രാഫർ ആകാനായിട്ട് ഇൻഡസ്ട്രിയിൽ വന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ പടത്തോടുകൂടി എനിക്ക് എൻ്റെ സ്വപ്നങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇറങ്ങി പോകണമായിരുന്നു. ഇൻഡസ്ട്രിയിൽ നിന്ന് ഓടുകയായിരുന്നു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ 5 സുന്ദരികൾ ഇറങ്ങുന്നു, അമലിൻ്റെ ഒരു ഇനീഷ്യേറ്റീവിൽ 5 സംവിധായകരുടെ പടം ഇറങ്ങുന്നു. എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഈ സിനിമയിൽ? ഒന്നാമത് ഈ പടം അമലിൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ഗ്രൂപ്പിൻ്റെ ഒരു പടമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് നല്ലതേ പറയുള്ളൂ. ആ പടം ഭയങ്കര ഹിറ്റാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പടത്തിൽ മെയിനായിട്ട് 5 സുന്ദരികൾ എന്ന് പറയുമ്പോൾ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ പെണ്ണുങ്ങൾ വന്ന് കയറിയിരിക്കും. ആ പെണ്ണുങ്ങളെ കാണാൻ കുറേ എന്തായാലും ആണുങ്ങൾ വരും. അപ്പോൾ ആണുങ്ങളും വന്ന് കയറിയിരിക്കാം. പിന്നെ ഈ പടം എനിക്കൊന്ന് യു എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന പടമാണ്. അപ്പോൾ പിള്ളേരും വന്ന് കയറിയിരിക്കും. സോ അപ്പോൾ എനിക്ക് തോന്നുന്നത് താങ്കളുടെ വേഷത്തിൽ എന്താണ്? എൻ്റെ വേഷം പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതാണ് എൻ്റെ വേഷം പറയാതിരിക്കുന്നതാണ് ആ പടത്തിനോട് ചെയ്യുന്ന ഒരു നല്ല കാര്യം. താങ്കൾ കുറച്ച് വേഷങ്ങൾ, അധികം വലിയ വേഷങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ട് താങ്കൾക്ക്. താങ്കൾ എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ താങ്കളെ ഇഷ്ടപ്പെടുന്നത്? താങ്കൾ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു ഒരുപാട് പേര് ഇതേപോലെ എന്നെ വിളിച്ച് ഫീഡ്ബാക്ക് തരാറുണ്ട്, ഓരോ പടം കഴിയുമ്പോൾ ബൈ ഇങ്ങനെയാണ് പടം എന്നൊക്കെ പറയാം. എനിക്കും ശരിക്കും അറിയില്ല അതെന്താണെന്നുള്ളത്. ഞാൻ മുമ്പ് ധനുഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചപ്പോൾ ധനുഷ് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, விநாயகம் சார் நல்ல ஹீரோ இல்லை, நல்ல பார்க்குறதுக்கு ரொம்ப அழகாக இருக்கிற ஆளுங்கெல்லாம் படத்தில் இருக்கார். ஆனால் பப்ளிக்கில் நிறைய ஆளுங்க நம்ம மாதிரி தான். நிறைய ആളുങ്ക എന്നാണ് പറഞ്ഞത്. കുറേ ആൾക്കാർ നമ്മളെ പോലത്തെയാണ്. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ പടം കാണുന്നത്. അപ്പോൾ അവരായിരിക്കും, അതാണ് കൂടുതൽ ഒരു മാസ് ക്രൗഡ്. എപ്പോഴും എന്നെ പോലുള്ളൊരു എല്ലാവരും സുന്ദരനല്ല എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പായിരിക്കും. അപ്പോൾ അവിടെ അവരുടെ ഒരു പ്രതിനിധി ആയിട്ട് വരുമ്പോൾ ആയിരിക്കാം എന്നെ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് തോന്നണം അതായിരിക്കാം. ഞാൻ അതൊന്നും അന്വേഷിക്കാറില്ല. അതാ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ലോകം മുഴുവൻ ന്യൂ ഇയർ ആഘോഷിക്കുക, ഞാൻ മാത്രം ഇങ്ങനെ. ഇത്രയും പടം എവിടുന്നാ? അച്ഛൻ വായിക്കുന്ന പേപ്പറിനാ. ഭയങ്കര ഒരാളും പരിചയഭാവത്തിൽ വന്നു. ഇപ്പൊ ഷൂട്ടിംഗ് ഒന്നും ഇല്ലേ, ആക്സിഡന്റിൽ തട്ടിപ്പോയെന്നാണല്ലോ കേട്ടത്. അന്ന് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആരായിരുന്നു എന്നൊന്നും ചോദിക്കില്ല. أنا أدفع 7 مليون في الحساب ناق أنت هذا آكل. നീ ഒരു 10 രൂപ ഒപ്പിക്കോ. Are you flirting with me? പിന്നെ ഈ സിനിമയൊക്കെ
ചെയ്താണ്. ഹലോ. ഇങ്ങനെ ഒരാളുണ്ടോ? ഞാൻ വിചാരിച്ച എന്റെ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ നാൻസി? അപ്പോൾ താങ്കളുടെ സുഹൃത്തോടായ അമൽ നീരദ് പറഞ്ഞത് താങ്കൾ ഇവിടെയല്ല ജനിച്ചിരുന്നതെങ്കിൽ താങ്കൾ സൂപ്പർ മോഡലായിരുന്നെന്നാണ് പുറത്തായിരുന്നെങ്കിൽ. അമല ആദ്യം എന്നെ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, അത് ഞാൻ അയച്ചു തരാം കേട്ടോ. ആ ഫോട്ടോഗ്രാഫ് കണ്ടിട്ട് എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഞാൻ തന്നെയാണെന്നുള്ളത്. പിന്നെ ഇത് എനിക്കറിയില്ല, അത് ഞാൻ എങ്ങനെ പറയണേ എന്നെക്കുറിച്ച് തന്നെ. പിന്നെ ഇത് ഞാൻ തന്നെയാണ് തിമിർ എന്ന് പറഞ്ഞ പടത്തിൽ മധുരക്കാരനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ അവർ തന്നെ പറയണ്ട എന്നെ അഴുക്കിലും കൊണ്ട് നിർത്താം, സ്വർണത്തിൻ്റെ മേലെ നിർത്താം, എനിക്കറിയില്ല, അത് ഞാനും പറഞ്ഞാൽ ശരിയാവില്ല. അത് ഈ എല്ലാ പടത്തിലും മാറി മാറിയ പടത്തിൽ ഈ ലുക്ക് കൂടുതൽ സ്റ്റൈലൈസ്ഡ് ആക്കുന്നത് എങ്ങനെയാണ്? ആരുടെ ഒരു നിർദ്ദേശമുണ്ട്, അല്ലെങ്കിൽ താങ്കളുടെ ഒരു ഐഡിയ വെച്ചാണ്? ഒരു 90% ഞാൻ തന്നെയാണ്. അതാ നമ്മുടെ ഇവിടെ വളരെ വലുതായിട്ട് നോക്കാത്ത സിനിമയിൽ ഒരു കാര്യം കാസ്റ്റിങ്ങിൻ്റെ ഏരിയയാണ്. കാസ്റ്റിംഗ് കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ പടത്തിൻ്റെ ആ ആക്ടറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള 80% കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനോട് കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ ലുക്സും കാര്യങ്ങളും മാറ്റുന്നത്. അത് സാഗർ ഇലിയാസ് ജാക്കിയിലെ പടം കണ്ടാൽ മനസ്സിലാകും. അതേ ഞാൻ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ തിമിർ പടത്തിൽ അഭിനയിച്ചാണ് മധുരക്കാരനായിട്ട് അഭിനയിച്ചത്. ഇത് രണ്ടും രണ്ട് എക്സ്ട്രീം ഡിസൈനാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ 80% ഞാൻ തന്നെയാണ് ചെയ്യണത്. ഞാൻ നേരത്തെ ഞാൻ എൻ്റെ ജോലിയാണ്, അപ്പോൾ ആ ജോലിയുടെ ഒരു എനിക്ക് ചിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിലൊന്നും ഞാൻ ശ്രദ്ധിക്കാറൊന്നുമില്ല. മോണിറ്റർ നോക്കാറില്ല ഷൂട്ട് ചെയ്യുമ്പോൾ. നമ്മൾ മോണിറ്റർ നോക്കി അഭിനയിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എൻ്റെ ഇവിടെ ഒരു പല്ലില്ല, അപ്പോൾ നമ്മൾ അത് മറക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. സോ ഇതൊക്കെ ആ ക്യാരക്ടറിനോട് ചെയ്യുന്ന ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് നോക്കാത്തതിൻ്റെ കാര്യങ്ങൾ. എനിക്ക് എല്ലാവരോടും അസൂയാണ്, പിന്നെ അഹങ്കാരം. ഇത് രണ്ടും എനിക്ക് ഭയങ്കര കൂടുതലായിട്ടുള്ളതാണ്.